സ്ലീപ് എന്നുള്ള പോയം. ഓക്കെ റെഡി? ഉറക്കം വരുന്നവരൊക്കെ എണീറ്റോ. ലാസ്റ്റ് പോയമാണ്. പാവം വില്യം വേർഡ്സ്വർത്തിന് ഉറങ്ങാൻ പറ്റാത്ത സമയത്ത് നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് സാറേ ഉറക്കം വരുന്നോ എന്ന് പറയുന്ന സമയം. ഓക്കെ റെഡി? അപ്പൊ നമുക്ക് തുടങ്ങാം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വില്യം വേർഡ്സ്വർത്തിന് പാവത്തിന് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഇരുന്നിട്ട് ജോലി എടുക്കുകയാണ്. എന്താണ് ജോലി? പോയംസ് എഴുതാണ്, നേച്ചറിന്റെ ബ്യൂട്ടിനെ പറ്റി പറഞ്ഞിട്ട്. ഓക്കെ റെഡി? നമുക്ക് നോക്കാം. ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ വളരെ സിമ്പിളാ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് റൈം സ്കീം ഒന്ന് ശ്രദ്ധിക്കണം. ഈ റൈം സ്കീം കുറെ ആൾക്കാർ തെറ്റാറുണ്ട്, അവ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഓക്കെ നോക്കിക്കേ, a flock of sheep that leisurely pass by. ഓക്കെ അപ്പം ഒരു എന്താണ് ഷീപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ആടാണോ? നിങ്ങൾക്ക് അറിയാം സംഭവം, എനിക്ക് കറക്റ്റ് പേര് അറിയില്ല. ആട് ഇങ്ങനെ വൂളൊക്കെ ഉള്ള സാധനം ഇങ്ങനെ മേ മേ. ഓക്കെ ആട്ടുംകുട്ടിയല്ലേ വേറെ എന്താണ് പേര്? എനിക്ക് മറന്നുപോയി. നിങ്ങൾ ചാറ്റിൽ പറയാം. ഓക്കെ റെഡി ആണല്ലോ? സെറ്റ് ആണല്ലോ? സാറ് കഴിച്ചില്ല. ഓക്കെ അപ്പൊ നോക്കിയേ, ഫ്ലോക്ക് ഓഫ് ഷീപ്പ്. ഫ്ലോക്ക് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ആയിട്ട് ഇങ്ങനെ ഷീപ്പ് ഇങ്ങനെ മേ ചെമ്പരിയാട്. വെരി ഗുഡ്. ചെമ്പരിയാട് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ അപ്പൊ നേച്ചറിന്റെ ബ്യൂട്ടിയാണ് ഇവിടെ പറയുന്നത്. വളരെ ഓബ്വിയസ്. ഓക്കെ റെഡി? വൺ ആഫ്റ്റർ വൺ. അപ്പൊ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് പോവാം. ആൻഡ് സൗണ്ട് ഓഫ് റെയിൻ ആൻഡ് ബീസ്. എന്താണ് സൗണ്ട്? റെയിനിന്റെ സൗണ്ട് കേൾക്കുക അല്ലെ? അപ്പൊ മഴ പെയ്യുന്ന ഒച്ച. ആൻഡ് ബീസ് തേനീച്ചകൾ പോകുന്നു. ഓക്കെ മർമറിങ്. ഓക്കെ മർമറിങ് the fall of river and wind and seas. ഓക്കെ ഇവിടെയൊക്കെ എന്താണ് ബേസിക്കലി എന്താണ്? അലിട്രേഷൻ ഇമേജറി, നേച്ചറിന്റെ ബ്യൂട്ടി. പക്ഷേ വില്യം വേർഡ്സ്വർത്ത് ഒരു 5 മിനിറ്റ് കിട്ടി അപ്പൊ തന്നെ എന്താണ് നേച്ചറിന്റെ ബ്യൂട്ടിനെ പറ്റി പറയും. ഓക്കെ the fall of rivers and winds and sea, smooth fields, white sheets of water and pure sky. ഇവിടെ ബേസിക്കലി ഫുൾ ഇമേജറി ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഫുൾ ഇമേജറി ആണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും കുറച്ച് സ്ഥലത്ത് സൗണ്ട് ഓഫ് റെയിൻ. അവിടെ എന്താണ്? ഇവിടെ നിൽക്കുന്ന ഓഡിറ്ററി ഇമേജറി. ഓക്കെ ഇനി വേറൊരു കാര്യം, സർ എന്താണ് എൻജാംമെന്റ്? എന്താണ് എൻജാംമെന്റ് എന്ന് പറയുന്നത്? വളരെ സിമ്പിൾ ആണ്. ഈ ലൈൻ ഇവിടെ നിർത്തുന്നതിന് പകരം ഓരോ ലൈൻ കഴിയുമ്പോൾ സെന്റൻസ് നിർത്തുന്നതിന് പകരം അടുത്ത ലൈനിൽ ഇടുന്നു. ഓക്കെ സെറ്റ് ആണല്ലോ? വൺ ആഫ്റ്റർ ദ സൗണ്ട് ഓഫ് ബീസ് ആൻഡ് മർമറിങ്. ഓക്കെ ബീസ് മർമറിങ് ഒരു ലൈനായിരുന്നു, അത് അപ്പത്തിടണം. പക്ഷെ അത് അടുത്ത ലൈനിലേക്ക് കണ്ടിന്യൂ. സർ ഇംഗ്ലീഷ് വെയിറ്റേജ് കാണിച്ചു തരാമോ? കാണിച്ചു തരൂല. കാരണം എന്താണ്? നിങ്ങളുടെ മോഡൽ പേപ്പറിന്റെ സെയിം വെയിറ്റേജ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ സെയിം പാറ്റേൺ ആണ്, സെയിം ക്വസ്റ്റ്യൻ ആണ്, സെയിം പാറ്റേൺ ആണ് കിട്ടുക. ഓക്കെ അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ബേസിക്കലി നേച്ചറിന്റെ ബ്യൂട്ടി പറയുന്ന ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ വേറെ ഒന്നും പറയുന്നില്ല. ഓക്കെ അപ്പൊ നേച്ചറിന്റെ ബ്യൂട്ടി. അപ്പൊ റൈം സ്കീം നോക്കിക്കോ, നമുക്ക് നോക്കാം. ഇവിടെ എയും ബി ആയിട്ടൊരു ബന്ധമില്ല. അപ്പൊ ഇത് ബൈയും സീസും എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. ബീസും സീസും ബന്ധമുണ്ടോ? യെസ് ഡെഫിനറ്റ്ലി ഉണ്ട് അല്ലെ? അപ്പൊ എ ബി ബി സ്കൈയും ബൈയും തമ്മിൽ ബന്ധമുണ്ട്. അപ്പൊ എ ബി ബി എ. ഓക്കെ എ ബി ബി എ ആബ. ഓക്കെ റെഡി? I thought of all by turns. ഞാൻ ഓരോന്നും ഓരോ ടേൺ ബൈ ടേൺ ആയിട്ട് ആലോചിച്ചു. എന്താണ്? and I still lie. ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഞാൻ ഓരോ പ്രാവശ്യമായിട്ട് ഇങ്ങനെ ആലോചിച്ചു. പക്ഷെ ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുക, ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കുക. സ്ലീപ്ലെസ്. ഇവിടെ എന്താണ്? എൻജാംബ്മെന്റ്. എന്താണ്? എൻജാംബ്മെന്റ്. ഇവിടെ വീണ്ടും എന്താണ്? എൻജാംബ്മെന്റ്. കാരണം എന്താണ്? ആ ലൈൻ അവിടെ നിർത്തുന്നതിന് വരെ അടുത്ത ലൈനിലിട്ട്. ഓക്കെ and I still lie sleepless. ഞാൻ ഇപ്പോഴും ഉറങ്ങാതിരിക്കുക. ഞാൻ ഓരോന്നിനെ പറ്റിയിട്ട് ഓരോ ഭാഗം, ഓരോ ടേൺ ബൈ ടേൺ, ഓരോ തരത്തിൽ ഞാൻ ആലോചിച്ചു. എന്നിട്ട് ഞാൻ ഉറങ്ങാണ്ടിരിക്കുക. ആൻഡ് സൂൺ ദ സ്മോൾ ബേർഡ്സ് മെലഡീസ്. അപ്പൊ കുഞ്ഞു പക്ഷികളുടെ പാട്ടുകൾ കിക്രീക്കോ കിക്കുരുക്കോ കിക്രീക്കോ എന്ന് കേൾക്കുന്നു. ഓക്കെ must hear. ഓക്കെ ആൻഡ് സൂൺ ദ മെലഡീസ് ഓഫ് must hear. അവിടെ എൻജായ്മെന്റ് ഉണ്ട്. ലൈൻ തീർന്നിട്ടില്ല, അടുത്ത ലൈനിലേക്ക് പോയി. ഫസ്റ്റ് uttered from my orchard trees. അപ്പൊ എന്താണ് പറയുന്നത് ഇവിടെ? എപ്പോഴാണ് പക്ഷികൾ പാട്ട് പാടുക, പക്ഷികൾ ഒച്ച ഉണ്ടാക്കുക? വൈകുന്നേര സമയം ആൻഡ് രാവിലെ സമയം. ആൻഡ് സൂൺ വേഗം തന്നെ ഞാൻ എന്താണ് പക്ഷികളുടെ പാട്ട് കേൾക്കുന്നു. വേഗം തന്നെ പക്ഷികൾ. അപ്പൊ എന്താണ്? വീണ്ടും രാവിലെ ഉറക്കം കിട്ടാണ്ട് പാവം എന്താണ്? വീണ്ടും രാവിലെ ഫസ്റ്റ് uttered. ഫസ്റ്റ് എവിടെന്നാ കേൾക്കുന്നത് ഈ ഒച്ച? എന്റെ ഗാർഡനിൽ നിന്ന്, എന്റെ ഓർച്ചർഡ് ട്രീസിൽ നിന്ന്. ഓക്കെ എന്റെ ട്രീസിൽ നിന്ന്. ആൻഡ് ദ ഫസ്റ്റ് കുക്കൂസ് മെലങ്കലി ക്രൈ. കുക്കു എന്ന് പറഞ്ഞാൽ കുയിൽ നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുമല്ലോ. കുയിലിന്റെ മെലങ്കലി എന്ന് പറയുമ്പോൾ എന്താ? സങ്കടകരമായ കരച്ചിൽ. ഓക്കെ മെലൻകളി എന്ന് പറയുമ്പോൾ അപ്പം എന്താണ്? ഒരു പ്രത്യേക ടോണിലൊക്കെ പറയാം. ഓക്കെ അപ്പൊ കുക്കുവിന്റെ സങ്കടമായ കരച്ചിൽ. കുക്കു പാടുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സങ്കടം വരുമോ? കുക്കു പാടുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സങ്കടം വരുമോ? ഇല്ല, എനിക്കും വരില്ല, നിങ്ങൾക്ക് വരില്ല. പക്ഷെ വില്യം വേർഡ്സ്വർത്തിന് വരാൻ കാരണം എന്താ? കാരണം ഒന്നുമില്ല മക്കളെ. കാരണം ഇത്രേ ഉള്ളൂ. രാവിലെ തന്നെ
ഈ പക്ഷീനെ ഒച്ച കേൾക്കുന്നത് നല്ല. പക്ഷെ ഉറങ്ങാത്ത ഒരാളെ വെച്ച് നോക്കുമ്പോൾ എന്താണ് പ്രശ്നം? ഉറങ്ങാത്ത ഒരാളെ വെച്ച് നോക്കുമ്പം എന്താണ്? അയ്യോ വീണ്ടും രാവിലെയായി, സീനായി, എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എന്നുള്ള ആ വിഷമം, അതാണ് സംഭവം. ഓക്കെ, സെറ്റ് ആണല്ലോ എന്നാണ് സിജോ പറയുന്നത്. ഓക്കെ, റെഡി ആണല്ലോ? ഓക്കെ, റെഡി. അപ്പൊ രാവിലെ പിന്നെയും രാവിലെ എനിക്ക് ഇന്നും ഉറക്കം കിട്ടിയില്ല എന്നുള്ള വിഷമമാണ്. ഓക്കെ, സെറ്റ് ആണല്ലോ? സെറ്റ് ആണല്ലോ? സ്കൂട്ടറിനെ കാണിക്കണം ഇത്രയൊന്നും പോരാ ആൾക്കാര്. നിങ്ങൾ നാളെ മറ്റന്നാൾ ആൾക്കാരെ കൊണ്ടുപോയി ഞാൻ സ്കൂട്ടറിനെ കാണിച്ചത്. ഓക്കെ, സെറ്റ് ആണല്ലോ? സെറ്റ്. ഓക്കെ, ഇനി even thus last night, ഇന്നലെയും കൂടി and 2 nights more I lay. അയ്യോ ഇന്നലെയും 2 രാത്രിയും കൂടി എൻ്റെ അമ്മോ ഞാൻ ഉറങ്ങിയില്ല. I lay എന്ന് പറയുമ്പോൾ ഉറങ്ങിയില്ല, ഞാൻ കിടന്നു പക്ഷെ ഉറങ്ങിയില്ല. and could not win you. thee എന്ന് പറയുമ്പോൾ എന്താണ്? you. എന്നിട്ടും ജയിക്കാൻ കഴിഞ്ഞില്ല നിന്നെ കൊണ്ട്. ഓക്കെ, നിന്നെ ജയിക്കാൻ പറ്റിയില്ല. എന്താണ് പറയുന്നത്? നിന്നെ ജയിക്കാൻ പറ്റിയില്ല. and could not win thee. ആരെ? സ്ലീപ്പിനെ. you sleep. എന്നിട്ടും ജയിക്കാൻ പറ്റിയില്ലടാ നിന്റെ കൂടെ കളിച്ചിട്ട്. സ്ലീപ്പ്, നീ എന്നെ ഇപ്പോഴും തോൽപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, തോൽപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, ബൈ എനി സ്റ്റെൽത്ത്. ഓക്കെ, ബൈ എനി സ്റ്റെൽത്ത്. ശ്രദ്ധിച്ചു, ഇനിയുള്ള കാര്യം നോക്കിയോ. സ്ലീപ്പിനെ ഇവിടെ ഒരാളെ പോലെയായിട്ട് കാണിച്ചു. വോർ നടക്കുന്നു, നമ്മൾ തല്ലി നടക്കുന്ന ഒരു ആളെ പോലെ കാണിച്ചു. സ്ലീപ്പ് by any stealth, so do not let me wear away tonight. ഞാൻ എന്താണ് സ്റ്റെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അസാസിൻസ് ഒക്കെ പോലെ ഇങ്ങനെ എന്താണ് ഒച്ച ഉണ്ടാക്കാണ്ട് സൂക്ഷിച്ചിങ്ങനെ നേരെ സൂക്ഷിച്ചൊക്കെ ചെയ്യാൻ പോകുന്നു. ഓക്കെ, സ്റ്റെൽത്ത് കൊണ്ട് ഞാൻ പോയി. പക്ഷെ എന്നിട്ടും so do not let me wear tonight away. അപ്പൊ പറയുന്നു ബൈ എനി സ്റ്റെൽത്ത്. അപ്പൊ എന്ത് മെത്തേഡിൽ ഞാൻ ആലോചിച്ചിട്ടും എനിക്ക് നിന്നെ പൊട്ടിക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി എന്താ പറയുന്നത്? സോ ഡു നോട്ട് ലെറ്റ് മീ വെയർ ടു നൈറ്റ് അവേ. വെയർ എന്ന് പറയുമ്പോൾ എന്നെ മടിപ്പിച്ച് കളയരുത്. ഓക്കെ, ടു നൈറ്റ് അവേ, ഇന്നും കൂടെ എന്നെ അങ്ങ് തീർപ്പിക്കരുത്. ജോൺ വിക്ക് പോലെ തന്നെ അങ്ങനെ സ്റ്റെൽത്ത്. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്. ഇന്നെങ്കിലും എന്നെ രക്ഷിക്കണം. ഇനി ലാസ്റ്റ് സ്റ്റാൻസ്. ഓക്കെ, ലാസ്റ്റ് സ്റ്റാൻസ് കഴിഞ്ഞു. ഓക്കെ, വിത്തൗട്ട് തീ. തീ ഇല്ലാണ്ടല്ലേ? തീ ഇല്ലെങ്കിൽ പ്രശ്നമല്ലേ? തീ എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? തീ എന്ന് പറയുമ്പോൾ യു എന്ന് പറയുമ്പോൾ സ്ലീപ്പ്. അപ്പൊ സ്ലീപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത്. വിത്തൗട്ട് സ്ലീപ്പ്, വാട്ട് ഈസ് ഓൾ ദ മോർണിംഗ്സ് വെൽത്ത്. രാവിലത്തെ ഒരു ഊഷ്മളതയും പച്ചപ്പും ഹരിതാപവും ഒക്കെ രാവിലെ ഉണ്ടാവണമെങ്കിൽ നല്ലൊരു ഉറക്കറങ്ങണം. അല്ലെങ്കിൽ രാവിലെ എണീക്കൂലേ? അപ്പം ഉറക്കമില്ലാണ്ട് രാവിലെ ഒരു ജോൺ വിക്ക് എന്ന് പറഞ്ഞ സിനിമയുടെ കാര്യം കേട്ടോ. ജോൺ ഹൂം എന്ന് പറഞ്ഞ പേടിക്കണ്ട. ഓക്കെ, വിത്തൗട്ട് യു വാട്ട് ഈസ് ഓൾ ദ മോർണിംഗ്സ് വെൽത്ത്. രാവിലെ ഒരു സുഖമില്ല, രാവിലെ വെറും വേസ്റ്റ് ആണ്. കം ബ്ലെസ്ഡ് ബാരിയർ, വരൂ. ബ്ലെസ്ഡ് ബാരിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓക്സിമോറോൺ. എന്താണ് ഓക്സിമോറോൺ? സി, ബ്ലെസ്ഡ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ട. ഓക്കെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല കാര്യങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട. ബാരിയർ എന്ന് പറഞ്ഞാൽ തടസ്സം, ഒരു ഭിത്തി പോലെ. ഓക്കെ, അനുഗ്രഹിക്കപ്പെട്ട ബാരിയർ. ഓക്കെ, അപ്പൊ എന്താണ് ബ്ലെസ്ഡ് ബാരിയർ? എന്താ ഓപ്പോസിറ്റ് വേർഡ്, ഒരു നല്ല വേർഡും മോശ വേർഡും കൂടി ഒരുമിച്ച് വെക്കുമ്പോൾ അതിന് ഓക്സിമോറോൺ. ഓപ്പോസിറ്റ് വേർഡ്സിനെ അടുപ്പിച്ച് വെക്കുമ്പോൾ ഓക്സിമോറോൺ എന്ന് പറയും. അപ്പോൾ ബ്ലെസ്ഡ് ബാരിയർ എന്ന് പറയുമ്പോൾ എന്താ? ബിറ്റ്വീൻ ഡേ ആൻഡ് നൈറ്റ്. രാവിലെയും ഡേ ആൻഡ് ഡേ, ഒരു രാവിലെയും മറ്റു നോക്കിയേ. നിങ്ങൾ നോക്കിയേ, ഞാൻ എന്താ ഒരു സിനിമേന്റെ ഒരു ടൈം ലൈൻ. ഇവിടെ ഡേ ആണെങ്കിൽ ഡേ കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ്? ഡേന്റെയും 2 ഡേന്റെ ഇടയ്ക്ക് എന്താ വരിക മക്കളെ? നിങ്ങൾക്കറിയാം ഇവിടെ എന്താണ്? ഇവിടെ നൈറ്റ് വരും അല്ലെ? നൈറ്റ്. അപ്പം 2 ഡേന്റെ ഇടയ്ക്കുള്ള ബ്ലെസ്ഡ് ബാരിയർ, നല്ല അനുഗ്രഹിക്കപ്പെട്ട് നല്ല ആവശ്യമുള്ള നിന്റെ ഒരു പോസ്, ഒരു നൃത്തം, ഒരു പോസ്, ഒരു ഭിത്തി പോലത്തെ സാധനം വേണം മോനെ. കം ബ്ലെസ്ഡ് ബാരിയർ ബിറ്റ്വീൻ മൈ ഡേ ആൻഡ് ഡേ. രാവിലെയും ഇടയ്ക്ക് നൈറ്റ് എന്നുള്ള ഈ രാത്രി അല്ലെ സ്ലീപ്പ് എന്നുള്ള ഈ സംഭവം. ഓക്കെ, ഡിയർ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ്. രാവിലെ എണീക്കുമ്പോഴാണോ നിങ്ങൾക്ക് ഫ്രഷ് ബ്രെയിൻ ആണ്, ഫ്രഷ് തോട്ട്സ് ആണെന്നൊക്കെ പറയാം. അപ്പം ഡിയർ മദർ ഓഫ് ഫ്രഷ് തോട്ട്, നല്ല പുതിയ ചിന്തകളുടെ അമ്മയെ. ആൻഡ് ജോയസ് ഹെൽത്ത്. അപ്പൊ എന്താ എന്റെ ഹെൽത്തിനൊക്കെ മാറ്റർ ചെയ്യും. പ്ലീസ് കം, എന്നെ വന്ന് രക്ഷിക്കുക എന്നാണ് പറയുന്നത്. ഇങ്ങനെ എന്റെയാണ്. അപ്പൊ നേച്ചറിന്റെ ബ്യൂട്ടി എന്നെ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് ഉറക്കം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആര്? നമ്മുടെ വില്യം വേർഡ്സ്വർത്ത്. ഇത്രേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട് മക്കളെ. ടു സ്ലീപ്പ് എന്ന് പറഞ്ഞതിന്റെ ഞാൻ പോയം അപ്രീസിയേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ നോട്ട്സ് മൊത്തം കിട്ടും. അതോടെ നിങ്ങൾക്കും പോയി കിടന്നുറങ്ങാം. ബ്ലെസ്ഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാം പോയംസ് നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞു.